ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ ഒരു അവസരത്തെ ദൈവം നൽകി. 2 മാസത്തിന് ശേഷമാണ് ഞാനിവിടെ കടന്നു വരുന്നത്. നമ്മൾ 1 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. 1 Thessalonians chapter 2 verse 13 to 16. പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചേട്ടെ. നിങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങൾ സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കും. എന്നാൽ ദൈവം നാം ഈ ഭാഗം വായിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഒന്ന്, ദിസ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ചാപ്റ്റർ 1 verse 6. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണ് നമ്മൾ അവിടെ വായിക്കുന്നത്? 1:6. അപ്പോൾ അവർ അവിടെ വചനം ബഹുകഷ്ടത്തിൽ കൈക്കൊണ്ടു എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നൊരു കാര്യമാണ്. ആ കാര്യത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തി കാണുന്നത്. 2-ാമത്തെ കാര്യം, ദ ചെയിൻ ഓഫ് തോട്ട് ഇൻ 1 verse 2 to 10 and 2 verse 3 to 16 is the same. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും 2-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും നോക്കിയാൽ അതിൻ്റെ ഒരു ഫ്ലോ ഓഫ് തോട്ട്, ആ ആശയം രണ്ടും ഒന്ന് തന്നെയാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് തിങ്സ് ദാറ്റ് പോൾ ആൻഡ് കമ്പനി കോൺസ്റ്റൻ്റ്ലി താങ്ക് ഗോഡ് ഫോർ. പൗലോസും കൂട്ടരും തുടർമാനമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളുടെ ഒരു പാസേജാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഈ 2 ഭാഗത്തിൻ്റെയും ഇടയ്ക്ക് 2-1 മുതൽ 10 വരെ, 1-2 മുതൽ 10 വരെയും 2-3 മുതൽ 16 വരെൻ്റെ ഭാഗത്തിൻ്റെ ഇടയ്ക്ക് 2-1 മുതൽ 12 ഉണ്ട്. ഈ ഒരു പാസേജ് നമ്മൾ മുൻ ദിവസങ്ങളിൽ കണ്ട ആ പാസേജ് 2-1 മുതൽ 12 വരെ, ഇറ്റ് ബ്രേക്സ് ദാറ്റ് ചെയിൻ ഓഫ് തോട്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് 2-1 മുതൽ 12 വരെയുള്ള ആ ഭാഗം, അതിനു മുമ്പും അതിന് ശേഷമുള്ള ഭാഗത്തിൻ്റെ വിഷയങ്ങളിൽ നിന്നും ഇടയ്ക്ക് ഒരു ലിങ്ക് അങ്ങ് മാറിപ്പോവുകയാണ്. നമ്മൾ മുൻ ആഴ്ചകളിൽ കണ്ടതുപോലെ എന്താണ് അതിലെ വിഷയം? പോൾ ആൻഡ് കമ്പനി സീക്ക് ടു ഡിഫെൻഡ് ദർ ഇൻറ്റൻഷൻസ് ആൻഡ് അപ്രോച്ച് so that the Thessalonians may be assured of their missionaries' genuineness. പൗലോസും കൂട്ടരും 2-1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ അവരുടെ ഉദ്ദേശത്തെയും സമീപനത്തെയും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതായത് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഇവർ ജെനുവിൻ ആണെന്നുള്ളത് അറിയാനായിട്ട് പൗലോസ് ആ ഒരു ഭാഗം എഴുതി. ഈ ഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത് എന്താണ്? ഫർദർ എവിഡൻസസ് ഓഫ് എലക്ഷൻ. ദൈവം ഇവരെ മുന്നമേ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പോൾ കണ്ടിന്യൂസ് ടു ടോക്ക് അബൌട്ട് ഹിസ് സർട്ടനിറ്റി ഓഫ് ദി എലക്ഷൻ ഓഫ് ദി തെസ്സലോനിയൻസ് ബൈ സ്പീക്കിംഗ് ഓഫ് 3 facts ഹിയർ. 3 വസ്തുതകൾ ഇവിടെ നിരത്തി. ഈ കൂട്ടരെ ദൈവം മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ കാര്യം പൗലോസോട് പറയുകയാണ്. അപ്പോൾ 3 തെളിവുകളാണ് ഇവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1, റിസീവിങ് ഗോഡ്സ് വേർഡ് ആസ് ഇറ്റ് ഇസ്. ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ തന്നെ സ്വീകരിച്ചു.
The Spirit worked in these Thessalonians at the time of hearing the word of God. ദൈവവചനം ഇവർ കേട്ട സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിശ്വാസികളിൽ പ്രവർത്തിച്ചു. This divine work upon God's elect enabled them to receive it with the conviction that the gospel is indeed a message from God and that it is not a product of man's mind. ഈ ഒരു ദിവ്യമായ പ്രവൃത്തി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നടത്തിയപ്പോൾ അതെന്തിലേക്കാണ് കലാശിച്ചത്? സുവിശേഷം സാക്ഷാൽ ദൈവത്തിൽ നിന്നുമുള്ള വചനമാണെന്നുള്ളതും അത് മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതും ഉള്ള പൂർണ്ണ ബോധ്യം ഉൾക്കൊണ്ട് അത് സ്വീകരിക്കുവാൻ ദൈവം ഇവരെ ഇടയാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും ദൈവത്തിനെ പറ്റിയുമുള്ള വചനമാണ് ദൈവവചനം എന്നുള്ള ഒരു പദപ്രയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദർ ഇസ് നോ റെസ്പോൺസ് ഓഫ് അൺബിലീഫ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദീസ് പീപ്പിൾ. അവിശ്വാസത്തിൻ്റെയോ തെറ്റിദ്ധാരണയുടെയോ ഒരു പ്രതികരണം ഇവിടെ ഈ വിശ്വാസികളിൽ നമ്മൾ കാണുന്നില്ല. അതാണ് ഇവർ നിർണയിക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ്, ദ റിസീവ്ഡ് വേർഡ് ഇസ് കറൻ്റ്ലി അറ്റ് വർക്ക് അമംഗ് ദം. ഇവർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ കേട്ട വചനം ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു എന്നുള്ളതാണ്. ദേ വെറൻ ജസ്റ്റ് ബിലീവിങ് ദ ഗോസ്പൽ. സുവിശേഷം അവർ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമല്ല, ദേ വെറൻ സാറ്റിസ്ഫൈഡ് വിത്ത് എൻ ഇനീഷ്യൽ പോസിറ്റീവ് റെസ്പോൺസ്. പ്രാരംഭമായിട്ട് അവർ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമല്ല, ദേ വർ ലിവിങ് ദ ഗോസ്പൽ ഓൾ ഓഫ് ദെയർ ലൈഫ് ആസ് എ റിസൾട്ട് ഓഫ് ദ കോൺസ്റ്റന്റ് എക്സോർട്ടിങ്, എൻകറേജിങ് ആൻഡ് ചാർജിങ് ബൈ ദി അപ്പോസ്റ്റൽസ്. 11ാമത്തെ വാക്യത്തിൽ ഒരു അപ്പൻ മക്കളോട് എന്നതുപോലെ ഞങ്ങൾ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11. തന്റെ രാജ്യത്തിലും മഹത്വത്തിലും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യരായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തൻ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രബോധിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോകുന്നു. അതായത് അപ്പോസ്തലന്മാർ ഈ 3 കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർ അവരുടെ ജീവിതകാലം മുഴുവൻ സുവിശേഷം എന്നുള്ള സത്യം വിശ്വസിക്കുക മാത്രമല്ല, അവർ ജീവിക്കുകയും കൂടി ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പോൾ 1, ഇവർ സുവിശേഷത്തെ സ്വീകരിച്ചു. 2, ഇവർ സുവിശേഷം ജീവിക്കുന്നു. 3, the Thessalonians became imitators of the churches of God in Christ Jesus in Judea. യഹൂദയിലുള്ള ദൈവസഭകൾ, അതായത് ക്രിസ്തുവിലുള്ള ദൈവസഭകളുടെ അനുകാരികൾ എന്ന നിലയിൽ ഇവരും ആയി മാറി. എന്ത് രീതിയിലാണ് അവരെ അനുകരിച്ചത്? യെരുശലേമിലുള്ളതും യഹൂദയിലുള്ള സഭകളുടെയും ഒക്കെ ജീവിതം ഇവർ അനുകരിച്ചു. ഇൻ വാട്ട് വേ? സി, ഇറ്റ് വാസ് നോട്ട് എൻ ഇമിറ്റേഷൻ ഓഫ് ജൂയിഷ് കസ്റ്റംസ്. യഹൂദന്മാരുടെ മത ആചാരങ്ങളുടെ ആവർത്തനമല്ല നമ്മളിവിടെ കാണുന്നത്. റാദർ ഇറ്റ് വാസ് ദ ജൂയിഷ് ക്രിസ്ത്യൻ സഫറിങ് ദാറ്റ് ദേ ഇമിറ്റേറ്റഡ്. ആദ്യ വിശ്വാസികൾ എപ്രകാരം കഷ്ടം സഹിച്ചോ അപ്രകാരം തന്നെ ഇവരും സുവിശേഷത്തിനായിട്ട് കഷ്ടം സഹിക്കുന്നു. റിമെമ്പർ that the gospel of God is completely contrary to the messages of the Jews and the Gentiles. യഹൂദന്മാരുടെയും ജാതികളുടെയും സന്ദേശങ്ങൾക്ക് വിരോധമായിട്ടാണ് ദൈവത്തിൻ്റെ സുവിശേഷം ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ സ്കാൻഡലസ് എലമെൻറ്റ് ഓഫ് ദ ക്രോസ്, ദ ലൈഫ് ഡിമാൻഡഡ് ബൈ ദ ഗോസ്പൽ ആൻഡ് ദ ഡിമാൻഡ് ഫോർ വൺസ് എക്സ്ക്ലൂസീവ് ലോയൽറ്റി ടു ദ വൺ ട്രൂ ഗോഡ് ഹു ഇസ് ട്രയോൺ. യഹൂദന്മാരും യവനന്മാരും എന്തുകൊണ്ടാണ് സുവിശേഷത്തെ ഇത്രയും വെറുക്കുന്നത്? ഒന്നാമത്തെ കാരണം ക്രൂശ് എന്നുള്ള സന്ദേശം അവിടെ ഉള്ളതുകൊണ്ടാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രൂശിൽ കിടക്കുന്ന ഒരാൾ ശപിക്കപ്പെട്ടവനാണ്. യവനന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രൂശിൽ കിടക്കുന്ന ഒരാൾ ബലഹീനനാണ്. എന്നാൽ ക്രൂശിൽ കിടന്ന യേശു ഇത് രണ്ടുമല്ല. അതാണ് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. രണ്ടാമത്തെ കാര്യം, സുവിശേഷം ഒരു വ്യക്തിയിൽ ഡിമാൻഡ് ചെയ്യുന്ന ജീവിതമാറ്റം അത് ഈ 2 കൂട്ടർക്കും തയ്യാറല്ല. അതുമാത്രമല്ല, ദ ഡിമാൻഡ് ഫോർ വൺസ് എക്സ്ക്ലൂസീവ് ലോയൽറ്റി ടു ദ വൺ ട്രൂ ഗോഡ് ഹു ഇസ് ട്രയോൺ. ത്രിയേകനായ ഏകസത്യ ദൈവത്തോടുള്ള ആത്യന്തികമായിട്ടുള്ള കൂറാണ് സുവിശേഷം ഒരു വ്യക്തിയിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നത്. അന്യജാതികൾക്ക് അതുമാകാം ഇതുമാകാം.
എന്നാൽ യഹൂദന്മാർ തൃത്വത്തെ നിഷേധിക്കുന്നവരാണ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ അതിനെല്ലാം വെല്ലുവിളിക്കുന്നതാണ് സുവിശേഷം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് യഹൂദന്മാർക്കും ജാതികൾക്കും ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്. എന്നാൽ ഈ സന്ദേശം വിശ്വസിക്കുന്ന ഏവർക്കും ഇവരുടെ ശത്രുക്കളായി മാറാനാണ് വിധി. ഓക്കെ, വെൻ ദി എലക്ട് Thessalonian believers received the word of God, which is counter-cultural to everything that characterized their customs and society. They received sufferings from their own countrymen. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ അത് എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? എന്തറിഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത്? അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമൂഹത്തിൻ്റെ എല്ലാ രീതികളും, അവരുടെ എല്ലാ സാമൂഹികമായിട്ടുള്ള പോക്കും, അതിനെല്ലാം വിപരീതമാണ് ഈ ദൈവവചനമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആണ് ഇതിനെ സ്വീകരിച്ചത്. ഇത് സ്വീകരിച്ചപ്പോൾ അവരുടെ സ്വന്തം ദേശത്തിൽ നിന്നുള്ള ആൾക്കാർ അവരെ ശത്രുക്കളായിട്ട് കണ്ടു. ഇതൊരു പുതിയ പ്രതിഭാസമല്ല. Just like the elect Jewish Christians who believed in the crucified Messiah suffered persecution from the unbelieving Jews who crucified the Messiah. യേശുവിനെ ക്രൂശിച്ച അവിശ്വാസികളായ യഹൂദന്മാരിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ ക്രിസ്തീയ വിശ്വാസികൾ ക്രൂശിൽ മരിച്ച യേശുവിനെ വിശ്വസിച്ചപ്പോൾ കിട്ടിയ അതേ പ്രതികരണം തന്നെയാണ് ഇവർക്കും. ഇപ്പോൾ കാര്യം പിടികിട്ടിയോ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ 3 തെളിവുകളാണ് ഇവിടെ നമ്മൾ കണ്ടത്. 1, അവർ ഈ സുവിശേഷത്തെ വിശ്വസിച്ചു. 2, ആ സുവിശേഷത്തെ ജീവിക്കുന്നു. 3, ഈ സുവിശേഷം വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇവർക്ക് ശത്രുത അവർക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്നും അവർക്ക് കിട്ടുന്നു. ഇനി 15, 16 വാക്യങ്ങൾ വായിച്ചാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാരുടെ തെളിവുകളാണ് നമ്മൾ കാണുന്നത്. എവിഡൻസസ് ഓഫ് നോൺ ഇലക്ഷൻ. നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ഒരു വ്യക്തി തിരഞ്ഞെടുക്കുമ്പോൾ മറുവശത്ത് ദൈവം ചില വ്യക്തികളെ മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുക്കുന്നില്ല. അത് അവർ മോശമായതുകൊണ്ടല്ല, ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ നല്ലവരായതുകൊണ്ടുമല്ല, മറിച്ച് ദൈവം നല്ലവനായതുകൊണ്ട് ചിലരെ തനിക്കായിട്ട് നിത്യമായ തൻ്റെ ഹിതത്താൽ തിരഞ്ഞെടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ പാർഷ്യാലിറ്റി, പക്ഷാഭേദം എന്നുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. അത് ജസ്റ്റ് ഒന്ന് പാസിങ്ങിനായിട്ട് ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെ ഒരു ആരോപണം ദൈവത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ദൈവം പക്ഷാഭേദം കാണിക്കുന്നു എന്നുള്ള ഒരു ആരോപണം. അത് ശരിയല്ല. ദൈവത്തിന് പക്ഷാഭേദമില്ല. അത് തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നൊരു കാര്യമാണ്. സോ ദി എവിഡൻസസ് ഓഫ് നോൺ എലക്ഷൻ. The unbelieving Thessalonians inflict all of these sufferings because there is not an elective act of God upon them. ഈ തരത്തിൽ അവിശ്വാസികളായിട്ടുള്ള തെസ്സലോനിക്ക വ്യക്തികൾ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ മേൽ ഇത്തരം ശത്രുത പുലർത്തുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു പീഡനം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനാദിയായിട്ടുള്ള രക്ഷണ പ്രവൃത്തി നടന്നിട്ടില്ല. ദൈവം അവരെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. Their hostility is a mirror to all the hostile acts that these God-hating Jews did. ദൈവത്തെ വെറുക്കുന്ന യഹൂദന്മാർ ചെയ്ത എല്ലാ ശത്രുതയുടെ പ്രവൃത്തികളുടെ നേർചിത്രമാണ് തെസ്സലോനിയയിലുള്ള അവിശ്വാസികൾ ചെയ്യുന്നത്. So here are the actions that exhibit their hostility. അവരുടെ ശത്രുതയെ വെളിപ്പെടുത്തുന്ന ചില ക്രിയകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1, they show their ultimate hatred towards Jesus who is Lord by killing him. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അവരുടെ ഏറ്റവും വലിയ വെറുപ്പിനെ അവർ കാണിക്കുന്നത് യേശുവിനെ കൊല്ലുന്നതിലൂടെയാണ്. In spite of seeing all the wonders and signs that he did and hearing the words that he spoke, ആ യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും താൻ സംസാരിച്ച എല്ലാ വാക്കുകൾ കേട്ടിട്ടും അവർ യേശുവിനെ കൊന്നു. Why? Because they tried to find righteousness with God based on their own works. അവർ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവരുടെ ക്രിയകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോടുള്ള നീതി കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമത്തിലാണ് അവർ യേശുവിനെ കൊല്ലുന്നത്. 2, their hatred towards Jesus goes all the way back to the Old Testament prophets who were martyred by the Jews for speaking God's word in all faithfulness.
യേശുവിനോടുള്ള അവരുടെ വെറുപ്പ്, ആ വെറുപ്പിൻ്റെ വേര് നമ്മളൊന്ന് തപ്പിപ്പോയാൽ പഴയ നിയമ പ്രവാചകന്മാരുടെ മരണത്തിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർ യഹൂദന്മാരാൽ കൊല്ലപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്? എല്ലാ വിശ്വസ്തയോടും കൂടി ദൈവത്തിൻ്റെ വചനത്തെ അവർ സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പഴയ നിയമ പ്രവാചകന്മാർ മരണപ്പെട്ടത്. ഈ കാര്യം യേശു മത്തായി സുവിശേഷം 23:33 മുതൽ 36 വരെയും പിന്നെ ഉപമകളിലും, അതായത് മത്തായി 21:33 മുതൽ 22:14 വരെയുള്ള ഉപമകളിലും ഈ കാര്യം പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് മത്തായി 23:32 വായിക്കാം. മത്തായി 23:32. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിക്കുവിൻ. അതെ. സോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിക്കുവിൻ. അതേ ഭാഷയാണ് 1 തെസ്സലോനിയർ 2-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്. ദേ ഫിൽ അപ്പ് ദ മെഷർ ഓഫ് ദെയർ സിൻസ്. അവരുടെ പാപത്തിൻ്റെ അളവ് അവർ പൂരിപ്പിക്കുന്നു. അതേ ആശയം തന്നെയാണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. We are sure that Paul writes this passage 2:16 based on what Jesus said to the scribes and Pharisees. ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് അവിടെ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അതേ ഭാഷ ഉൾക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. Third thing of their hostility, the Jews' hatred towards foreigners of Jesus spills over to those who preach Jesus after Jesus has come and gone. യേശുവിന് മുമ്പേ വന്ന പ്രവാചകന്മാരോടുള്ള അവരുടെ വെറുപ്പ് യേശു വന്നു പോയതിനു ശേഷം യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാരിലും ആ ശത്രുത അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യേശു വരുന്നതിന് മുമ്പ് യേശുവിനെ പറ്റി സംസാരിച്ച പ്രവാചകന്മാരോട് അവർ ശത്രുത പുലർത്തി. യേശു വന്നുപോയി, യേശുവിനോട് ശത്രുത പുലർത്തി. വന്നു പോയതിനു ശേഷം യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാരിലും അവർ ശത്രുത പുലർത്തുന്നു. ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ്. Paul and his company were made to flee by Jews from Damascus. അപ്പോസ്തല പ്രവൃത്തി 9:23 മുതൽ 25 ഭാഗങ്ങൾ വായിച്ചാൽ നാം കാണുന്നത് ദമസ്കോസിൽ നിന്നും പൗലോസിന് ഓടിപ്പോകാനുള്ള കാരണം എന്താണ്? യഹൂദന്മാരാൽ അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് യെരുശലേമിൽ നിന്നും ഓടിപ്പോകേണ്ട അല്ലെങ്കിൽ മാറിപ്പോകേണ്ട ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:29-30. പിന്നീട് തെസ്സലോനിക്ക പ്രദേശത്തും ഇതേ കാര്യം നടക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:5 മുതൽ 10 വരെ. ഓക്കെ, ഇതിനോടുള്ള ബന്ധത്തിലുള്ള സിറ്റുവേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. എല്ലാം എവിടെയൊക്കെ പൗലോസ് ഒരു സ്ഥലം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ, കൂടുതലും ഒരു 90% കൂടുതലും സംഭവിച്ചിട്ടുള്ളത് ആരാലാണ്? യഹൂദന്മാരാലാണ്, വേറെ ആരാലും അല്ല. നാലാമത്തെ തെളിവ്, they displease God by rejecting the Son whom He sent to be their Savior and exhibiting vehement rebellion against Jesus. ദൈവം അയച്ച തൻ്റെ പുത്രനെ തിരസ്കരിക്കുന്നതിലൂടെയും തുടർമാനമായിട്ടുള്ള ഒരു റെബല്യൻ, ഒരു മറുതലിപ്പ് യേശുവിനോട് കാണിക്കുന്നതിലൂടെയും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. അതാണ് നാലാമത്തെ കാര്യം. Fifth thing, when all mankind is waiting for a savior who will answer their deepest problems, Jesus is their answer to all that they seek after. മനുഷ്യകുലം മുഴുവൻ അവരുടെ ആഴമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് ഒരു രക്ഷകനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർ എന്തൊക്കെയാണോ അന്വേഷിക്കുന്നത്, ആ അന്വേഷിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവും അവർക്ക് ആരിൽ കാണാൻ പറ്റും? യേശുവിൽ കാണാൻ പറ്റും. But the unbelieving Jews oppose all mankind. അതാണല്ലോ നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. They are hostile to all men. 2:15 വായിച്ചേ ഒന്നുകൂടെ. സകല മനുഷ്യരോടും യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും
കൊന്നവരും ഉം. ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ഉം. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. സകല മനുഷ്യർക്കും വിരോധികൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാവരും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൻ്റെ ആഴമായ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം അന്വേഷിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ദൈവം യേശുവിലൂടെ ഈ ലോകത്തേക്ക് കൊടുത്തത്. പക്ഷേ ഈ അവിശ്വാസികൾ സകല മനുഷ്യരെയും എന്ത് ചെയ്യുന്നു? സകല മനുഷ്യരും വിരോധികളും. സകല മനുഷ്യർക്കും വിരോധികളാകുന്നു. ഒപ്പോസിങ് ഓൾ മാൻകൈൻഡ്. എങ്ങനെ? ബൈ അറ്റംപ്റ്റിംഗ് ടു കട്ട് ഓഫ് എനി എഫേർട്സ് ദാറ്റ് പോൾ ആൻഡ് കമ്പനി മേക്ക് ടു ഷെയർ ദ ഗോസ്പൽ ടു ദ ജെന്റൈൽസ് ദാറ്റ് ദേ മേ ബി സേവ്ഡ്. സകല മനുഷ്യർക്കും വിരോധികളാകുന്നത് ഇവരാ. എങ്ങനെയാണ്? പൗലോസും കൂട്ടരും ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച് വല്ല വിധേനയും അവർ രക്ഷിക്കപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിലൂടെയാണ് ഇവർ സകല മനുഷ്യർക്കും വിരോധികളാകുന്നത്. We must notice that the Jews' actions are in direct opposition to the mandate that God designed in the promise made to Abraham. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ ഒരു പാസേജ് നമ്മൾ നോക്കിയാൽ നിന്നിലൂടെ ഭൂമിയിലുള്ള എല്ലാ ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ ഒരു ഡിസൈനിനെതിരെയാണ് ഇപ്പോൾ യഹൂദന്മാരുടെ പ്രവൃത്തി മുഴുവൻ. അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിനെതിരെയാണ് ഇവരുടെ പ്രവൃത്തികൾ മുഴുവൻ. When the Jews proselyted others, they did so to make Gentiles follow Jewish rules. ഈ പൗലോസും കൂട്ടരും മാത്രമല്ല മറ്റ് ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചത്, അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിൽ പോയി വിശ്വാസത്തെ വ്യാപരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനു മുമ്പുള്ള യഹൂദന്മാരും പരീശന്മാരും എല്ലാം ചെയ്തിട്ടുള്ള കാര്യമാണ്. കടലും കരയും കടന്ന് അവരെന്ത് ചെയ്യുന്നു? മതം പ്രചരിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താ? അന്യജാതിക്കാരായിട്ടുള്ള ആൾക്കാരെ യഹൂദ പാരമ്പര്യം പിൻപറ്റാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ക്രിസ്ത്യാനിറ്റി വാസ് ഇൻസിസ്റ്റിംഗ് ഓൺ ദോസ് തിങ്സ്. ക്രിസ്തീയ വിശ്വാസം ഇത്തരത്തിൽ വ്യാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ പിന്തുടരാനല്ല, ദൈവത്തെ പിന്തുടരാനാണ് ക്രിസ്തീയ വിശ്വാസം ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നുള്ളതിൻ്റെ 5 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാരുടെ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. Now, the final verdict on outright rejection towards Jesus. യേശുവിനെ തുറന്ന രീതിയിൽ തിരസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന അന്തിമമായ ന്യായവിധി, അതാണ് നമ്മൾ 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം കാണുന്നത്. ബട്ട് ദ റാത്ത് ഹാസ് കം അപ്പോൺ ദെം ടു ദി അറ്റ്മോസ്റ്റ്. അവരുടെ മേൽ എന്താണ് വന്നിരിക്കുന്നത്? ദൈവകോപം വരുന്നു. See, as they keep piling on these God-defying acts of rebellion and hostility through continual sin, Paul continues the thought process that Jesus mentions in Matthew 23-25. ഈ രീതിയിൽ ദൈവത്തോട് മറുതലിക്കുന്ന എല്ലാ പ്രവൃത്തികളും ശത്രുതയും തുടർമാനമായിട്ടുള്ള പാപത്തിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് മത്തായി 23 മുതൽ 25 വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ചിന്ത ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. He is clear in saying that these actions will not go unpunished. വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ശിക്ഷ ലഭിക്കാതെ പോകത്തില്ല. God's wrath has come upon them at last. ദൈവത്തിൻ്റെ കോപം ഇപ്പോൾ വന്നിരിക്കുന്നു. വർത്തമാനകാലത്തിലാണെന്ന് പറയുന്നത്, പ്രസന്റ് ടെൻസിലാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വർത്തമാനകാലം ഉപയോഗിക്കുന്നത്? വാട്ട് ഡസ് ഹി റെഫർ ടു? ഓക്കെ, നമ്മൾ ഗ്രീക്ക് ഭാഷ പഠിക്കുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കും. Paul uses a tense referring to the past to describe a future event because he is so certain about it happening. ഭൂതകാലത്തിൻ്റെ ഒരു വരി, ഒരു വാചകം ഉപയോഗിച്ച് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെപ്പറ്റി പൗലോസ് പറയുന്നത്, ഭൂതകാലത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് അതിനെ ഭാവിയുടെ ഒരു കാര്യത്തെപ്പറ്റി ഉപയോഗിക്കുമ്പോൾ പൗലോസ് അത് അങ്ങനെ ഉപയോഗിക്കുന്നത് പൗലോസിന് ഉറപ്പുണ്ട് അത് വ്യക്തമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത്. From the New Testament perspective, flowing
from the Gospels, we understand that Paul has in mind the destruction of the Jerusalem temple and everything around which Judaism is centered. നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നും വായിച്ച് ഒരു പുതിയ നിയമ വീക്ഷണം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന കാര്യം, പൗലോസിന്റെ മനസ്സിലെന്താ? യെരുശലേം ദേവാലയത്തിൻ്റെ നാശം, അതോടൊപ്പം യഹൂദ മതം എന്തിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നോ അതിൻ്റെ എല്ലാം നിർത്തൽ, അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സോ ദിസ് ഇസ് ദ റാത്ത് ഓഫ് ഗോഡ് വിച്ച് ഇസ് സ്റ്റിൽ ഫ്യൂച്ചർ. പൗലോസ് ഇത് എഴുതുമ്പോൾ ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഡിസ്ട്രക്ഷൻ നടന്നിട്ടില്ല, പക്ഷെ അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും യേശു ഇതിൻ്റെ ഭൂതകാലത്തിലാണ് ഇത് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനം എഴുതുന്നതിൻ്റെ ഭൂതകാലത്തിലാണ് യേശു ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ആ ഭൂതകാലം എടുത്ത് അത് ഭാവിയിൽ ഉറപ്പായിട്ട് നടക്കും എന്ന രീതിയിലാണ് പൗലോസ് പറയുന്നത്. യേശു ഭൂതകാലത്തിൽ പറഞ്ഞ കാര്യം വർത്തമാനകാലത്തിൽ ഭാവിയെപ്പറ്റി ഉറപ്പായിട്ട് നടക്കും എന്നുള്ള കാര്യം പറഞ്ഞാണ് ഇവിടെ അത് അവസാനിപ്പിക്കുന്നത്. He is so sure about it. The righteousness and religion that the Jews sought to build without Jesus precisely talks about AD 70 will be destroyed under God's wrath. AD 70 നടക്കുന്ന ആ സംഭവം, അതായത് യഹൂദന്മാർ യേശുവിനെ കൂടാതെ അവരുടെ നീതിയെയും മതത്തെയും പണിയുവാൻ ശ്രമിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അത് ദൈവത്തിൻ്റെ കോപത്തിൽ നശിച്ചു പോകും എന്നുള്ള കാര്യമാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ഇറ്റ്സ് ഓൾസോ വർത്ത് നോട്ടീസിങ് ദാറ്റ് ദിസ് റാത്ത് ടു കം is what Jesus delivers anyone who serves the true and living God from. ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. ഈ വരാൻ പോകുന്ന കോപം ഇവിടെ നമ്മൾ കണ്ടല്ലോ. ജീവനും സത്യമായിട്ടുള്ളൊരു ദൈവത്തെ ആര് സേവിക്കുന്നോ അവനെ ഈ വരാൻ പോകുന്ന കോപത്തിൽ നിന്നും യേശു രക്ഷിക്കും എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സോ നമ്മൾ ഈ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ, 5 പാഠങ്ങൾ, 5 lessons നമുക്കൊന്ന് നോക്കാം. 1. The following are proofs for someone who is God's elect, irrespective of where they are. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ചില തെളിവുകൾ, അവരെവിടെ ആയിക്കൊള്ളട്ടെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ തെളിവുകൾ ഇതൊക്കെയാണ്. 1. There is an initial positive response to the gospel which is from God, and there is a full assurance or awareness of its truthfulness, and it is not just another message, a human message. ദൈവത്തിൽ നിന്നും വന്ന ഈ സുവിശേഷത്തോട് ക്രിയാത്മകമായിട്ടുള്ള ആദ്യ പ്രതികരണമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ട്. ഇതൊരു മാനുഷിക സന്ദേശമല്ല എന്നുള്ള ബോധ്യമുണ്ട്. ഇതൊന്ന്. 2. There is an ongoing obedience to God's word. And even if there is a lack of obedience, there will surely be a contrite heart and godly repentance as a result of the work of the word of God. രണ്ടാമത്തെ തെളിവ്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള തുടർമാനമായിട്ടുള്ള അനുസരണം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കാണും. ഇനി അഥവാ ആ അനുസരണത്തിന് ഒരു കുറവ് സംഭവിച്ചാൽ, നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ, അനുസരണത്തിൽ കുറവ് സംഭവിച്ചാൽ ആ കുറവിനെ ഓർത്ത് നുറുങ്ങിയ ഒരു ഹൃദയവും ദൈവത്തിൽ നിന്നുമുള്ള ഒരു മാനസാന്തരം അതിലുണ്ടാവും. ആ കുറവിൽ ആ വ്യക്തി തുടരുവാൻ ആ വ്യക്തി ആഗ്രഹിക്കത്തില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കത്തില്ല? ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിത്തുണ്ട്, ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും പാപത്തിൽ തുടരുവാൻ ആഗ്രഹിക്കത്തില്ല. ഹാബിച്വൽ സിൻസ് ആയിക്കോട്ടെ, ബിഹേവിയറൽ സിൻസ് ആയിക്കോട്ടെ, രഹസ്യ പാപങ്ങളായിക്കോട്ടെ, സ്വഭാവത്തിലുള്ള പാപങ്ങളായിക്കോട്ടെ, ആ വ്യക്തിക്ക് പാപത്തിൽ തുടരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ അനുവദിക്കത്തില്ല. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ആ പാപത്തിൽ നിന്നും മനം തിരിഞ്ഞ് തകർന്ന ഹൃദയത്തോടെ അവൻ ദൈവത്തെ സമീപിക്കും. അല്ലാത്തൊരാളോ അവൻ ആ പാപത്തിൽ തുടരുകയും ചെയ്യും. ഇത് നടക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപാരം ഉള്ളത് കൊണ്ടാണ്. 3. There is a willingness to identify with the word of God at all costs, even when there is opposition.
ദൈവത്തിൻ്റെ വചനത്തോടു കൂടി എല്ലായ്പ്പോഴും നിൽക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, എന്ത് വില കൊടുത്തും ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാനുള്ള തയ്യാറെടുപ്പ്, പ്രതികൂലങ്ങൾ ഉണ്ടായാൽ പോലും. ഇൻ അതർ വേർഡ്സ്, ദേ വിൽ എൻഡ്യൂർ ഇൻ ഫെയ്ത്ത്. അവർ വിശ്വാസത്തിൽ അന്ത്യം വരെ നിലനിൽക്കും. ഈ 3 തെളിവുകളാണ് ഒരു വ്യക്തി അനാദിയായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ തെളിവ്. പൗലോസിൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കുക. ഇനിഷ്യൽ റെസ്പോൺസ്, യെസ്. പൗലോസിൻ്റെ ജീവിതം മുമ്പുള്ള ജീവിതവും ഇപ്പോഴുള്ള ജീവിതവും അതിലും വലിയ വ്യത്യാസമുണ്ട്. കൂടുതൽ പൗലോസ് വിശ്വാസത്തിൽ പോകുന്തോറും പൗലോസിൻ്റെ കുറവുകൾ കൂടുതൽ കാണുവാൻ പൗലോസിന് ഇടയാകുന്നുണ്ട്. അല്ലാതെ ചെയ്യുന്ന പാപങ്ങളെ ന്യായീകരിച്ച് പോകുന്ന ഒരാളല്ല പൗലോസ്. അതുമാത്രമല്ല, വിശ്വാസത്തിനായിട്ട് ജീവൻ ത്യജിച്ച ഒരു അനുഭവം, അന്ത്യം വരെ വിശ്വസ്തയോടെ നിന്നു, നല്ലപോലെ പൊരുതി ഓട്ടവും തികച്ച് വിശ്വാസവും കാത്താണ് പോകുന്നത്. സോ ഗലാത്യ ലേഖനത്തിൽ ദൈവം പൗലോസിനെ പറ്റി നിരൂപിച്ചെന്താ? ഹീ സെറ്റ് മീ അപ്പാർട്ട് ഫ്രം ദ വൂം. അമ്മയുടെ ഉദരത്തിൽ നിന്നും ദൈവം പൗലോസിനെ വേർതിരിച്ചു. ആ വേർതിരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് പൗലോസിൻ്റെ സുവിശേഷത്തോടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണം, ജീവിതത്തിലെ മാറ്റം, അന്ത്യം വരെയുള്ള നിലനിൽപ്പ്. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം. ഇതില്ലാത്തൊരാളെ നമ്മൾ കണ്ടാൽ, ഓക്കെ, ഇത് 3 വേണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ ഉറപ്പിച്ചോ, ആ വ്യക്തി ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരാളല്ല, ദൈവത്തിൻ്റെ എലക്റ്റഡ് ആയിട്ടുള്ള ആളല്ല. മനസ്സിലാക്കണത്. പിന്നെ ഈ 3 കാര്യങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതുമല്ല. മനുഷ്യരാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് ആത്മാവിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, Paul's constant thanksgiving in verse 13 teaches us that the full credit and glory of any believer's initial response, ongoing obedience and endurance in faith belongs to God alone. 13ാമത്തെ വാക്യത്തിൽ തുടർമാനമായിട്ടുള്ള രീതിയിൽ പൗലോസ് ദൈവത്തിന് നന്ദി പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന ഇതാണ്: ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലെയും എല്ലാ ക്രെഡിറ്റും പോകുന്നത് ദൈവത്തിന് മാത്രമാണ്. None of us as ministers can claim a responsibility for this. ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന നമുക്ക് ആർക്കും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയത്തില്ല. ഇറ്റ് ഹെൽപ്സ് us to be humble. ഞാൻ പ്രവർത്തിച്ച ഒരാൾ വന്നു അന്ത്യം വരെ നിലനിന്നു എന്ന് പറയാൻ ദൈവബോധമുള്ള ഒരു ശുശ്രൂഷകനും കഴിയത്തില്ല. നമുക്ക് പറയാം, സുവിശേഷം പറയാം, അവർക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ അതിലുമപ്പുറം ആര് പ്രവർത്തിക്കണം? ദൈവം പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. സോ നമ്മളെ വിനയമാക്കി വെക്കാനായിട്ട്, നമ്മളെ ഹമ്പിളാക്കി വെക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും. ചില ആൾക്കാരുടെ ധാരണ അവരാണ് ചില ആത്മാക്കളുടെ ഉടമകൾ എന്നുള്ളത്. അതായത് ഞാൻ ആണ് അവരുടെ അധികാരി എന്നുള്ള രീതിയിൽ ഞാനൊരു രക്ഷയിലേക്ക് നടത്തിയാൽ ആണ് അവരുടെ അധികാരി എന്നുള്ള നിലയിലാണ് പെരുമാറ്റം. അത് അങ്ങനൊരു അധികാരം അല്ല, മറിച്ച് അങ്ങനൊരു അധികാരമല്ല ഇവിടെ പൗലോസ് കാണിക്കുന്നത്. ഒരു അപ്പൻ അമ്മ എന്നുള്ള ഒരു സ്റ്റുവാർഡിങ്, ഒരു മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ദൈവം എന്നുള്ള ചിന്ത വന്നാൽ ഒരു കാര്യവിചാരകനായിട്ടേ ഈ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെയാണ് ഇവിടെ പൗലോസും കൂട്ടരും ഇവരെ കാണുന്നത്. ദൈവം ഇവർക്ക് കൊടുത്ത ദാനം എന്ന നിലയിലാണ് പൗലോസും കൂട്ടരും ഇവരെ കരുതുന്നത്. ആ കരുതലിൽ കുഴപ്പമില്ല, മറിച്ച് കാര്യവിചാരകൻ എന്നുള്ള നിലയിൽ നിന്നും മാറി ഉടമ എന്നുള്ളൊരു തലത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. 3, the truth of the gospel is counter cultural to any culture or nation that we live in. നാം ജീവിക്കുന്ന ഏത് രാജ്യമാകട്ടെ, ഏത് സംസ്കാരമാകട്ടെ, ആ സംസ്കാരത്തിലെല്ലാം പാപത്തിൻ്റെ ഒരു അംശം പല രീതിയിലും ഉണ്ടാകും. ഈ ലോകത്ത് 2 ടൈപ്പ് കൾച്ചറേ ഉള്ളൂ. ഒന്ന് ഗോസ്പൽ കൾച്ചർ, ഒന്ന് വേൾഡ്ലി കൾച്ചർ. ഈ ലോകത്തുള്ള ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കത്തില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷം ഏതൊരു സംസ്കാരത്തിൽ പ്രവേശിച്ചാൽ ആ സംസ്കാരത്തോട് എതിരെ നിൽക്കും. ഇറ്റ്സ് ബിക്കോസ് എവറി ഹ്യൂമൻ കൾച്ചർ ഇസ് ഡീപ്ലി affected by sin. And that's where the gospel targets.
ഓരോ സംസ്കാരത്തിലും പാപത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് അതിനെ ശത്രുവായിട്ട് കണ്ടാണ് സുവിശേഷം മുന്നോട്ട് പോകുന്നത്. There are sin elements in Jewish and Thessalonian cultures that the gospel sought to target. യഹൂദന്മാരുടെയും തെസ്സലോനിക്ക ആൾക്കാരുടെയും ഇടയിലുള്ള സംസ്കാരത്തിലും പാപത്തിൻ്റെ അംശമുണ്ട്. അതിനെയാണ് സുവിശേഷം സംബോധന ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഏത് സംസ്കാരം ആയിക്കോട്ടെ, പാശ്ചാത്യമായിക്കോട്ടെ, ഇവിടത്തെ ആയിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, എല്ലാത്തിലും പാപത്തിൻ്റെ ഒരു അളവുണ്ട്. അതിനെതിരെയാണ് നമ്മളുടെ പോരാട്ടം. നാലാമത്തെ കാര്യം, എലക്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്കസ്ഡ് ആൻഡ് ദ ലീസ്റ്റ് ഫേവേർഡ് ടോപ്പിക്സ് ആസ് ദി അലിഗേഷൻ ദാറ്റ് ഗോഡ് ഇസ് അൺജസ്റ്റ് ആൻഡ് പാർഷ്യൽ ഇസ് റാംപൻറ്റ് അമംഗ് ബൈബിൾ ബിലീവിംഗ് ക്രിസ്ത്യൻസ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന എന്നാൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് മുൻനിർണയം, തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യങ്ങൾ. കാരണം പല ബൈബിൾ വിശ്വസിക്കുന്ന വിശ്വാസികൾ പോലും ഇങ്ങനൊരു ഒരു നിഗമനത്തിലേക്ക് എത്താറുണ്ട്. ദൈവം അനീതിയാണെന്നും അനീതി കാണിക്കുന്നുവെന്നും അത് ചിലരെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ എന്നും ദൈവം പക്ഷാഭേദം കാണിക്കുന്നു എന്നുള്ളത് ഉള്ളൊരു ആരോപണം അവിടെ ഉണ്ട്. However, we must understand that there is grace and mercy in election rather than injustice. തിരഞ്ഞെടുപ്പിൽ ദൈവം കൃപയും കരുണയും ആണ് കാണിക്കുന്നത്, അനീതിയല്ല. Because God transforms a natural sinner into a saint in His grace and mercy when He is not obliged to do so. ഒരു പാപിയെ ദൈവം, ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പാപിയെ ദൈവം തൻ്റെ കൃപയിലും കരുണയിലും ഒരു വിശുദ്ധനാക്കുമ്പോൾ അത് ദൈവം നമ്മളോട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി അല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം ഇതൊന്നും നമ്മളോട് ചെയ്യാൻ ബാധ്യസ്ഥനല്ല, ആണോ? ഒരു വ്യക്തിയെ, ഒരു പാപിയെയും രൂപാന്തരപ്പെടുത്താനുള്ള ബാധ്യസ്ഥത ദൈവത്തിന് ഇല്ല. എന്നാൽ ബൈബിൾ ബിലീവിങ് ആൾക്കാർ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ദൈവം എന്നോട് പെരുമാറിയ പോലെ തന്നെ എല്ലാവരോടും പെരുമാറണം. നമ്മളാരാ ദൈവത്തോട് ഇന്നൊരാളോട് ഇങ്ങനെ പെരുമാറണം എന്ന് പറയാൻ? ക്യാൻ എ ക്ലേ സേ ടു ഇറ്റ്സ് പോട്ടർ യു ഡിഡ് നോട്ട് ഡു റൈറ്റ്? ഒരു കളിമണ്ണിന് കുശവനോട് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പറ്റും? നമ്മൾ തന്നെ കൃപയിലാണ് നിൽക്കുന്നത്, നമ്മൾ തന്നെ ദാനം കിട്ടിയ ജീവനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദാനം തന്ന ആളോട് ചോദിക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? I will have mercy on whom I have mercy. I will have compassion on whom I have compassion. എനിക്ക് കരുണ തോന്നുന്നതിനോട് ഞാൻ കരുണ കാണിക്കും, മനസ്സലിവ് തോന്നുന്നതിനോട് ഞാൻ മനസ്സലിവ് കാണിക്കും. See, we can see the beauty of election only in the background of the hostility of those whose minds are naturally hostile to God. ദൈവത്തിനോട് സ്വാഭാവികമായിട്ട് ശത്രുത കാണിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ വേണം എലക്ഷൻ അല്ലെങ്കിൽ മുൻനിർണയം എന്നുള്ള കാര്യത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ കാണാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് വന്നവരല്ല, ദൈവം നമ്മളെ അന്വേഷിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തിയതാണ്. അപ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നമ്മളും അവരെ ഒരുപോലെ തന്നെയാണ്, ഒരുപോലെ ദൈവത്തിനോട് മറുതലിപ്പ് കാണിക്കുന്നവർ. എന്നാൽ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഈ ഒരു സത്യം അവരെ മാത്രം നോക്കിയാൽ മതി. അവിശ്വാസികൾ പിന്നെയും ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇടപാട് എന്നിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനും സ്വാഭാവികമായിട്ട് ദൈവത്തെ അന്വേഷിക്കത്തില്ലായിരുന്നു എന്നുള്ളത് തിരിച്ചറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഉപദേശം, അതിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വിശ്വസിക്കുന്ന തെസ്സലോനിക്കരും അവിശ്വസിക്കുന്ന യഹൂദന്മാരും, ഈ രണ്ട് കമ്പാരിസൺ കൂടെ ഒന്ന് നോക്കണം. ഒന്ന്, വിശ്വസിക്കുന്ന തെസ്സലോനിക്കർ ദൈവവചനത്തെ സ്വീകരിച്ചു, അവിശ്വസിക്കുന്ന യഹൂദന്മാർ ദൈവവചനത്തെ തിരസ്കരിച്ചു. വിശ്വസിക്കുന്ന തെസ്സലോനിക്കർ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ വക്താക്കളെയും സ്വീകരിച്ചു, യേശു മശീഹയാണെന്ന് അറിഞ്ഞുകൊണ്ട്. വിശ്വസിക്കാത്ത യഹൂദന്മാർ കർത്താവിനെ ക്രൂശിച്ചു, അവൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, യേശു എന്താണ് തന്നെപ്പറ്റി അവകാശപ്പെടുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ. വിശ്വസിക്കുന്ന തെസ്സലോനിക്കർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, 1:6. അവിശ്വസിക്കുന്ന യഹൂദന്മാർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. വിശ്വസിക്കുന്ന തെസ്സലോനിക്കർ അനേകം വ്യക്തികൾ ദൈവവചനം കേൾക്കുവാൻ, അവർ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരുന്നു. അവിശ്വസിക്കുന്ന യഹൂദന്മാർ ജാതികൾ വിശ്വസിക്കേണ്ടതിന്
അപ്പോസ്തലന്മാർ അവരോട് സുവിശേഷം പറയുന്ന കാര്യം ചെയ്യുമ്പോൾ അവരെ തടുക്കുന്നു. വിശ്വസിക്കുന്ന അവരുടെ സ്വന്തം ദേശത്തിൽ നിന്ന് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും നിന്ദകൾ ഏറ്റുവാങ്ങുന്നു, കഷ്ടതകൾ ഏറ്റുവാങ്ങുന്നു. അവിശ്വസിക്കുന്ന യഹൂദന്മാർ സ്വന്തം രാജ്യത്തിൽ നിന്നുമുള്ള വിശ്വാസികളെ കഷ്ടപ്പെടുത്തുന്നു. ഈ രണ്ട് കണക്ഷൻസ് നമ്മൾ നോക്കണം. വൈ ഡു യു ലവ് ഗോഡ് ടുഡേ? ഈസ് ഇറ്റ് യുവർ ഡൂയിങ് ഓർ ദ ലോർഡ്സ് ഡൂയിങ്? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു? അത് നിങ്ങളുടെ പ്രവൃത്തി മൂലമാണോ അതോ കർത്താവിൻ്റെ പ്രവർത്തനം മൂലമാണോ? നിങ്ങൾ ക്രിയാത്മകമായിട്ട് ദൈവത്തോട് യെസ് പറഞ്ഞുവെങ്കിൽ, ആർ യു ലിവിങ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു ആർ വാട്ട് യു ആർ ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്? നിങ്ങൾ ദൈവത്തോട് യെസ് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നത് ദൈവത്താലാണെന്നുള്ളതിൻ്റെ നന്ദിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതാണ് ഈ പോയിന്റിലെ അവസാനത്തെ വാചകം. എൻ്റെ അവസാനത്തെ ലെസൺ: those who submit to what Jesus says and who he is will escape God's wrath. യേശു പറയുന്നത് കേട്ട് യേശു ആരാണെന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ തന്നെത്താൻ സമർപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടും. ബിക്കോസ് God reckons a believer justified, forgiven, free from sin and death. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു വിശ്വാസിയെ നീതിമാനായി, പാപം ക്ഷമിക്കപ്പെട്ടവനായി, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനായി കണക്കാക്കും. The opposite goes for those who vehemently reject Jesus. ഇത് ചെയ്യാത്ത ഒരാൾ, യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ സമർപ്പിക്കാത്ത ഒരാൾ, യേശു ആരാണെന്ന് സ്വീകരിക്കാത്ത ഒരാൾ, അവർക്ക് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. They will face God's wrath. ദൈവത്തിൻ്റെ കോപം അവർ സ്വീകരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരും. And this God's wrath and judgment results in the destruction of the falsehood that they held on to. അവർ പിടിച്ചു പോകുന്ന എല്ലാ ഭോഷ്കും നശിച്ചു പോകുന്ന തലത്തിലായിരിക്കും ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയും ഇവരുടെ മേൽ വരുന്നത്. While they were rejecting Christ, ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ. We can be sure of it because God's word says so. ഇതിനെപ്പറ്റി നമുക്ക് ഉറപ്പ് ഉള്ളത് ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പറയുന്നതുകൊണ്ടാണ്. അടുത്ത തവണ നമ്മൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ദൈവം വെച്ചാൽ 2-ാമത്തെ അധ്യായം നമുക്ക് 17 വാക്യം മുതൽ 20 വാക്യം വരെ വായിച്ച് ധ്യാനിച്ച് ഈ അധ്യായം കൂടെ നമുക്ക് തീർക്കാം. സോ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.